എല്ലാ പ്രിയ കുട്ടികൾക്കും നമസ്കാരം. നമുക്ക് മലയാളത്തിൽ പുതിയൊരു പാഠഭാഗം തുടങ്ങാം. അതായത് കണ്ണാടി അമ്പുകൾ ഉപയോഗിച്ച് ഒരു ശത്രു രാജ്യത്തെ എങ്ങനെയാണ് ഒരു രാജാവ് തുരത്തിയത്, രാജ്യത്തെ നേരിടാൻ വന്ന ശത്രുക്കളെ തുരത്തിയ ഒരു മാർഗമായിരുന്നു കണ്ണാടി അമ്പുകൾ. അപ്പോൾ ഈ പാഠഭാഗം മുഴുവനായിട്ട് വായിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഇതിൽ എന്താണ് ഈ കണ്ണാടി അമ്പുകൾ എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമ്മുടെ ഇന്ത്യ പോലെ ഒരു രാജ്യമാണ് ഗ്രീസ്. അപ്പോൾ പഴയ ഗ്രീസിലെ ഒരു കൊച്ചു രാജ്യമായിരുന്നു. ഇന്ന് ഹെറോൺ എന്ന് പറയുന്ന രാജാവായിരുന്നു. ആ രാജാവിൻ്റെ ഭരണത്തിൽ എല്ലാ പ്രജകളും വളരെ സന്തുഷ്ടരായിരുന്നു, അല്ലെങ്കിൽ വളരെ സമാധാനത്തോടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് റോം എന്ന് പറയുന്ന രാജ്യത്തിലെ റോമാക്കാർ ഈ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശം ലഭിച്ചു. അപ്പൊ ഇനി എന്താണ് സംഭവിക്കുന്നത്, ആ റോമാക്കാരെ എങ്ങനെയായിരിക്കാം അവിടെ നിന്നും ഒഴിവാക്കിയത്, അല്ലെങ്കിൽ അവിടെ നിന്നും അവരെ തുരത്തി ഓടിച്ചത് എന്നുള്ളതാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ടീച്ചർ അത് വായിച്ച് തരാം. മനസ്സിലാക്കുവാൻ ഒരുപാട് തവണ വായിക്കുകയും വേണം. ഓക്കെ. കണ്ണാടി അമ്പുകൾ. പ്രാചീന ഗ്രീസിലെ ഐശ്വര്യപൂർണമായ ഒരു കൊച്ചു രാജ്യമായിരുന്നു സെറാക്യൂസ്. അധ്വാനികളും സമാധാനപ്രിയരുമായ ജനങ്ങൾ. അവരിൽ കുറേ പേർ കൃഷിക്കാരായിരുന്നു. മറ്റു ചിലർ കടലിൽ നിന്ന് മീൻ പിടിച്ചു. ഹെറോൺ രാജാവിൻ്റെ ഭരണത്തിൽ അവർ സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ആ വാർത്ത എത്തിയത്. മീൻ പിടിക്കാൻ പോയ ചിലരാണ് വാർത്ത കൊണ്ടുവന്നത്. കുറേ കപ്പലുകൾ സെറാക്യൂസിലേക്ക് നീങ്ങുന്നു. സെറാക്യൂസ് സൈന്യത്തിൻ്റെ തലവനും ചില പടയാളികളും അടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് ഓടി. അവിടെ നിന്ന് ദൂരദർശിനിയിലൂടെ കടലിലേക്ക് നോക്കി. ശരിയാണ്, കുറേ കപ്പലുകൾ സെറാക്യൂസ് ലക്ഷ്യമാക്കി വരികയാണ്. മുകളിൽ പറക്കുന്ന കൊടികൾ കണ്ട സൈന്യാധിപന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. റോമാക്കാർ രാജാവിനെ വിവരം ധരിപ്പിച്ചു. അദ്ദേഹം മന്ത്രിമാരെയും സൈന്യാധിപനെയും വിളിച്ചു ചേർത്തു. റോമാക്കാരെ നേരിടാനുള്ള ശക്തി അവർക്കില്ല. നോക്കുക, പ്രാചീന ഗ്രീസിലെ ഐശ്വര്യപൂർണമായ ഒരു കൊച്ചു രാജ്യമായിരുന്നു സെറാക്യൂസ്. പഴയ ഗ്രീസ്, അതായത് നമ്മൾ പറയും പഴയ ഇന്ത്യ, പഴയ കേരളം എന്നൊക്കെ പറയുന്ന പോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രീസ് എന്ന രാജ്യത്തിൻ്റെ ഐശ്വര്യപൂർണമായ, അതായത് എല്ലാം കൊണ്ടും നല്ലൊരു രാജ്യമായിരുന്നു, ഒരു കൊച്ചു രാജ്യമായിരുന്നു സെറാക്യൂസ്. അധ്വാനികളും സമാധാനപ്രിയരുമായ ജനങ്ങൾ. അവിടെയുള്ള എല്ലാ ആളുകളും നല്ലപോലെ അധ്വാനിക്കുന്നവരും നല്ലപോലെ സമാധാനത്തോടെ, വഴക്കൊന്നും ഉണ്ടാക്കാതെ സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകളുമായിരുന്നു. അവരിൽ കുറേ പേർ കൃഷിക്കാരായിരുന്നു. അവരുടെ പ്രധാന പണി എന്തായിരുന്നു? കൃഷിയായിരുന്നു. മറ്റു ചിലർ കടലിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടായിരുന്നു. ഹെറോൺ രാജാവിൻ്റെ ഭരണത്തിൽ അവർ സന്തോഷത്തോടെ ജീവിച്ചു. അപ്പോൾ അവർക്കും ഈ ഭരണത്തിൽ ഒരു പരാതി ഉണ്ടായിരുന്നില്ല, നല്ലപോലെ ജീവിച്ചു. നല്ലൊരു രാജാവുമായിരുന്നു ഈ ഹെറോൺ. അങ്ങനെ ഇരിക്കെയാണ് ആ വാർത്ത എത്തിയത്. അപ്പം എന്തോ ഒരു വാർത്ത എത്തി. മീൻ പിടിക്കാൻ പോയ ചിലരാണ് വാർത്ത കൊണ്ടുവന്നത്. എന്താണെന്ന് നോക്കാം. കുറേ കപ്പലുകൾ സെറാക്യൂസിലേക്ക് നീങ്ങുന്നു. അപ്പോൾ കുറേ കപ്പലുകൾ ഈ രാജ്യത്തെ ലക്ഷ്യമാക്കി കടലിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സെറാക്യൂസ് സൈന്യത്തിൻ്റെ തലവനും ചില പടയാളികളും അടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് ഓടി. അവർ ഓടിപ്പോയി കുന്നിൻ്റെ മുകളിൽ കയറി നോക്കുകയാണ് കടലിലൂടെ കപ്പലുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്.
അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി. അവിടെ നിന്ന് ദൂരദർശിനിയിലൂടെ കടലിലേക്ക് നോക്കി. അപ്പോൾ വളരെ ദൂരെയാണ്, നമുക്ക് നോക്കിയാൽ ഈ കടലിൻ്റെ അറ്റത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ ദൂരെയാണ് കാണുക. അപ്പോൾ ദൂരദർശിനി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വളരെ ദൂരെയുള്ള സാധനങ്ങൾ നമുക്ക് വളരെ അടുത്തായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ദൂരദർശിനി. ശരിയാണ്, കുറേ കപ്പലുകൾ സെറാക്യൂസ് ലക്ഷ്യമാക്കി വരികയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ കപ്പലുകൾ വരുന്നത് കണ്ടു. കപ്പലുകൾക്ക് മുകളിൽ പറക്കുന്ന കൊടികൾ കണ്ട സൈന്യാധിപന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. റോമാക്കാർ. അപ്പം നമുക്കറിയാം, കൊടികൾ ഓരോ രാജ്യത്തിനും ഓരോ കൊടികളുണ്ട് അല്ലേ? നമുക്ക് ഇന്ത്യക്ക് ഒരു കൊടിയില്ലേ, ദേശീയ പതാകയില്ലേ? അതുപോലെ ആ കൊടികൾ ഈ കപ്പലിൻ്റെ മുകളിൽ കണ്ട കൊടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് റോമാക്കാരുടേതാണെന്ന് മനസ്സിലായി. രാജാവിനെ വിവരം ധരിപ്പിച്ചു. അപ്പോൾ ഈ സൈന്യാധിപൻ പറഞ്ഞു, ഇങ്ങനെ റോമാക്കാർ വരുന്നുണ്ട്, നമ്മളെ ആക്രമിക്കാനായിരിക്കുമെന്ന്. അദ്ദേഹം മന്ത്രിമാരെയും സൈന്യാധിപനെയും വിളിച്ചു ചേർത്തു. അപ്പം ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സൈന്യാധിപനെയും വിളിച്ചു ചേർത്തു. ആരാ സൈന്യാധിപൻ? എല്ലാ സൈന്യങ്ങളുടെയൊക്കെ ചുമതല വഹിക്കുന്ന ആള്, സൈന്യത്തിന് എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്ന ആളാണ് സൈന്യാധിപൻ. റോമാക്കാരെ നേരിടാനുള്ള ശക്തി അവർക്കില്ല. അപ്പം ഇതൊരു ചെറിയ രാജ്യമാണ്, നമ്മൾ പഠിച്ച കൊച്ചു രാജ്യമാണ് അല്ലേ? റോമാക്കാരെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവർക്കില്ല. കാരണം സെറാക്യൂസിന്റെ സൈന്യം വളരെ ചെറുതായിരുന്നു. അങ്ങനെ ഒരു വിഷമസന്ധിയെക്കുറിച്ച് ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി എന്തു ചെയ്യും? രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിച്ചേ തീരൂ. അതിനെന്താണൊരു വഴി? ആർക്കിമിഡസിനെ വിളിക്കൂ. എന്തെങ്കിലും വിദ്യ അദ്ദേഹം കാണാതിരിക്കുമോ? പണ്ട് പല വിഷമ പ്രശ്നങ്ങളിൽ നിന്നും രാജാവിനെ രക്ഷിച്ചത് ആർക്കിമിഡസ് ആയിരുന്നു. അതീവ ബുദ്ധിശാലി. എങ്കിലും ഇത്രയും വലിയ സൈന്യത്തെ നേരിടാൻ ആർക്കിമിഡസിന് എങ്ങനെ കഴിയും? സൈന്യാധിപന് അപ്പോഴും സംശയമായിരുന്നു. ആർക്കിമിഡസ് രാജസന്നിധിയിലെത്തി. അദ്ദേഹം വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. നോക്കുക, ഈ സെറാക്യൂസ് എന്ന് പറയുന്നത് ചെറിയ രാജ്യമായതുകൊണ്ട് അവിടെ സൈന്യവും കുറവായിരിക്കും. അപ്പം അവർക്ക് ഇവരെ ചെറുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ അവരോട് എതിരിടാൻ ഉള്ള ശേഷിയില്ല. അങ്ങനെ ഒരു വിഷമസന്ധിയെക്കുറിച്ച് ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ആൾക്കാരെ ആക്രമിക്കുകയോ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി എന്ത് ചെയ്യും? രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിച്ചേ തീരൂ. അതിനെന്താണൊരു വഴി? അപ്പം രാജ്യം ഇല്ലെങ്കിൽ അവർ കീഴടക്കി അവർ ഭരിക്കാൻ തുടങ്ങും. അപ്പം ജനങ്ങളെയും രക്ഷിക്കണം, അവർ ജനങ്ങളെയും കൊന്നൊടുക്കും, അതുപോലെ രാജ്യവും കീഴടക്കും. ആർക്കിമിഡസിനെ വിളിക്കൂ. എന്തെങ്കിലും വിദ്യ അദ്ദേഹം കാണാതിരിക്കുമോ? അപ്പോൾ നമ്മൾ ഏതോ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ആർക്കിമിഡസ്. അദ്ദേഹത്തെ വിളിക്കാം, അദ്ദേഹം എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. പണ്ട് പല വിഷമ പ്രശ്നങ്ങളിൽ നിന്നും രാജാവിനെ രക്ഷിച്ചത് ആർക്കിമിഡസ് ആയിരുന്നു. അതീവ ബുദ്ധിയുള്ള ഒരാളാണ് അദ്ദേഹം. എന്തെങ്കിലും ഒരു സൂത്രം പറഞ്ഞു തരും. എങ്കിലും ഇത്രയും വലിയ സൈന്യത്തെ നേരിടാൻ ആർക്കിമിഡസിന് എങ്ങനെ കഴിയും? അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയുമോ? അവർക്ക് സംശയമായിരുന്നു. സൈന്യാധിപന് അപ്പോഴും സംശയമായിരുന്നു. ആർക്കിമിഡസ് രാജസന്നിധിയിലെത്തി. അദ്ദേഹം വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ രാജാവിനോട് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാജാവിനും ഈ കാര്യങ്ങൾ അറിയായിരുന്നു. ഇതാണ് ഹെറോൺ രാജാവ്, ഇതാണ് ആർക്കിമിഡസ്. എന്തോ പറയുകയാണ്, രാജകൊട്ടാരത്തിൽ വന്നിട്ട് പറയുകയാണ്. ഇത്രയും നിങ്ങൾ വായിക്കുക, ഒരുപാട് തവണ വായിക്കുക, അതിനുശേഷം വോയിസ് ഇട്ടുതരിക.